നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് റയൽ മാഡ്രിഡിൻ്റെ കളി കാണുമോ? ചോദ്യം അൻസിഫ്ലിക്കിനോടാണ്. എന്തപ്പോൾ അങ്ങനെ ഒരു ചോദ്യം? ഇന്ന് റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാന്യോൾ മത്സരം രാത്രി ഇന്ത്യൻ സമയം 12:30. ഇക്കളിയിൽ റയൽ മാഡ്രിഡ് ജയിച്ചില്ലെങ്കിൽ, അതായത് സമനിലയോ തോൽവിയോ ആണ് അവർക്ക് സംഭവിക്കുന്നതെങ്കിൽ FC ബാഴ്സലോണക്ക് കിരീടം ഉറപ്പിക്കാം. അപ്പോൾ തന്നെ അവർ ലാലിഗ ചാമ്പ്യന്മാരാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കാണുമോ കളി എന്ന് അൻസിഫ്ലിക്കിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. റയലിൻ്റെ കളി ഞാൻ കാണില്ല. മേ ബി ഐ ക്യാൻ ഗോ ടു ദി തിയേറ്റർ വിത്ത് മൈ വൈഫ് ടുമാറോ നൈറ്റ്. എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ ഒരുപക്ഷെ തിയേറ്ററിലേക്ക് പോകും. അതുപോലെ തന്നെ മേ ബി ഐ ക്യാൻ വാച്ച് മാഗോ പോപ്പ്. എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലാതെ റയലിൻ്റെ കളി ഞാൻ കാണില്ല. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ റയലിൻ്റെ കളി നാളെ കാണുമോ? നോ, ഐ വോണ്ട്. അപ്പോൾ മറ്റേയാൾ റിപ്പോർട്ടർ ചോദിക്കുന്നു, എനിക്കത്ര വിശ്വാസം വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഓക്കെ വേണ്ട, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവരുടെ കളി കാണില്ല. ഞങ്ങളുടെ ജോലി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി അത് മതി എനിക്ക്. ബാക്കി അതനുസരിച്ച് തന്നെ സംഭവിച്ചുകൊള്ളും. സോ ഞാൻ ഈ കളി കാണില്ല. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള മെസ്സേജുകൾ എനിക്ക് വരാം. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ കളി കാണാൻ പോകുന്നില്ല. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ദേ വിൽ ലെറ്റ് മീ നോ ഇൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ് എന്നാണ് കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ റയലിൻ്റെ കളി കാണുന്നില്ല. റയൽ ജയിച്ചില്ലെങ്കിൽ ബാഴ്സ ചാമ്പ്യന്മാരാവും. റയൽ ജയിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ പിന്നെ എൽ ക്ലാസിക്കോ ഒരു പോരാട്ടമല്ലേ. എൽ ക്ലാസിക്കോക്ക് എന്തെങ്കിലും ഒരു ഊർജ്ജം വേണ്ടേ? ഓൾറെഡി തീരുമാനമായൊരു ലീഗിൽ അവർ ഏറ്റുമുട്ടുന്നതിനേക്കാൾ അടുത്ത കളിയിൽ, ഈ കളി റയൽ ജയിച്ചാൽ അടുത്ത കളിയിൽ റയലിനെ പൊട്ടിച്ചുകൊണ്ട് കിരീടം ചൂടാൻ ബാഴ്സയ്ക്ക് പറ്റുകയാണെങ്കിൽ അത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആവില്ലേ? വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തെത്താം.